എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി. വളരെ ദീർഘ സമയങ്ങൾ ചർച്ചയ്ക്കെടുത്തതിന് ശേഷമാണ് രാജ്യസഭയിൽ 13 മണിക്കൂറുകളോളം ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി 2:30 ഈ ബില്ല് പാസ്സായത്. ഞാൻ ഇന്നലെ രാത്രി 2:30 വരെ ഈ രാജ്യസഭയിലെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ ബില്ല് പ്രാബല്യത്തിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മുനമ്പത്തെ നിവാസികളാണ്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങളോടുള്ള സമീപനം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളെ ഒറ്റുന്ന ചതിയന്മാരായിട്ടുള്ളവരെ കണ്ടെത്താനായിട്ടുള്ള നല്ലൊരു അവസരമായിരുന്നു. അങ്ങനെ ഇന്നലെയും മിനിങ്ങാന്നുമായി 2 ദിവസം കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒറ്റുകാരാരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ MP-മാർ 19 പേർ, 19 ലോക്സഭാ MP-മാരും ക്രൈസ്തവ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമാണ് എന്നുള്ളതും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പെടുത്തുന്നവരാണ് ഇവർ എന്നുള്ളത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലുള്ള 140 കോടിയോളം ജനങ്ങൾ ഈ കോൺഗ്രസ് എന്താണെന്നും ഇടതുപക്ഷം എന്താണെന്നും കൃത്യമായി അവർക്ക് വ്യക്തമായി. ഇടതുപക്ഷത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യകതയില്ല, കേരളത്തിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ്. എന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ നയം എന്താണ്, ഹൈന്ദവ ക്രിസ്ത്യൻ സമൂഹത്തോട് കോൺഗ്രസ് കാണിക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത് ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങൾക്കും കൃത്യമായി മനസ്സിലായി. അതുമാത്രമല്ല, ഇവരുടെ രാഷ്ട്രീയം, മുതലെടുപ്പ് രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലായി. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ്, ആ കമൻറ്റ് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കമൻറ്റ് ഇപ്രകാരമാണ്: ഞങ്ങൾ നായർ കുടുംബം ആണ്. കഴിഞ്ഞ 25 വർഷമായി MP-ക്കും MLA-ക്കും കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്തു. ഇപ്പോൾ സ്വയം ലജ്ജ തോന്നുന്നു. അതായത് എഴുതിയ വ്യക്തി പറയുകയാണ്, കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസ്സിനാണ് ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, എന്നാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത് ഓർത്ത് ലജ്ജ തോന്നുന്നു. അത്രത്തോളം കോൺഗ്രസ്സിനെ വെറുത്തു. അപ്പം ഈ എഴുതിയേക്കുന്ന കമൻറ്റ് ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഇത് പൊതുവെയുള്ള കേരളത്തിലെ ഒരു വികാരമാണ്. കോൺഗ്രസ് എന്ന അവസരവാദി രാഷ്ട്രീയ പാർട്ടിയെ ജനം വെറുത്തിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മുനമ്പംകാരുടെ സന്തോഷത്തിൽ ഇന്ന് പങ്കുചേരുന്നു. സുരേഷ് ഗോപി സാറിനും ജോർജ് കുര്യൻ സാറിനും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും 1000 നന്ദി. ഹൈബി ഈഡൻ വഖഫ് ബില്ല് അനുകൂലിച്ച് വോട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, നഖശിഖാന്തം എതിർത്തു. അപ്പോൾ ഹൈബി ഈഡൻ എന്ന് പറയുന്ന മുനമ്പം നിവാസികളുടെ MP വഖഫ് ബോർഡിനെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. ക്രൈസ്തവ സമൂഹത്തെ ഇകഴ്ത്തി കാണിക്കുകയും 600-ലധികം കുടുംബങ്ങൾ അനാഥരാക്കാൻ വേണ്ടി ഈ ഹൈബി ഈഡൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൻ്റെ മണ്ഡലത്തിൽ തനിക്ക് വോട്ട് ചെയ്തവരെ ചതിച്ച ഒരു യൂദാസാണ് ഈ ഹൈബി ഈഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂദാസിനെ കേരള സമൂഹം തിരിച്ചറിഞ്ഞു.
ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇസ്കരിയോത്ത യൂദായ്ക്ക് കൊടുത്ത അതേ വിലയാണ് ഈ സമൂഹം ഈ ഹൈബി ഈഡൻ എന്ന് പറയുന്ന ഈ എം പിക്ക് കൊടുക്കുകയുള്ളൂ. പിന്നിൽ നിന്ന് കുത്തിയവനാണ്, ക്രൈസ്തവ സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തിയവനാണ് ഈ ഹൈബി ഈഡൻ. വഞ്ചകനാണ്. ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. അതുമാത്രമല്ല, മുനമ്പം നിവാസികൾ ഹൈബി ഈഡന് വേണ്ടി ഒരു ചെരുപ്പ് മാല കരുതി വെക്കണം. അതും ഇട്ട് തേഞ്ഞ് തീർന്ന ചെരുപ്പുകൾ കോർത്തുണ്ടാക്കിയ ഒരു ചെരുപ്പ് മാല ഈ ഹൈബി ഈഡന് വേണ്ടി കരുതി വെക്കണം, വരുമ്പോൾ ഇടാൻ വേണ്ടി. കാരണം അത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഇദ്ദേഹത്തിന് കൊടുത്ത വോട്ട്, ആ വോട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഇത്രയെങ്കിലും ഇദ്ദേഹത്തിന് ചെയ്യണം. നന്ദിയില്ലാത്തവൻ, ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിച്ച വഞ്ചകൻ യൂദാസ്. ഈ യൂദാസിനെ എന്ത് ചെയ്യണം? ചെരുപ്പ് മാല ഇട്ട് വേണം മുനമ്പം നിവാസികൾ സ്വീകരിക്കാൻ. ഇനി ഹൈബി ഈഡൻ വഖഫ് ബില്ല് അനുകൂലിച്ച് വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, നഖശികാന്തം എതിർത്തു. പിന്നീട് ബില്ല് പാസ്സായപ്പോൾ ഇവനും സതീശനും ഈ ബില്ല് പാസ്സായതുകൊണ്ട് മുനമ്പംകാർക്ക് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞു പരത്തുന്നു. ഒന്നാലോചിച്ച് നോക്കിയോ, ബില്ലിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ ബില്ല് പാസ്സായപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അപവാദം പറഞ്ഞു പരത്തുകയാണ്. എന്താണ്? ഈ ബില്ല് കൊണ്ട് മുനമ്പം നിവാസികൾക്ക് ഒരു പ്രയോജനമില്ല. അപ്പോഴും അവർ എവിടെയാണ് അവരുടെ കൂറ് എന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇനി മേലാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത്. ഇത്രയും നാൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളോട് നുണ പറയുകയായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മോദിയും അമിത്ഷായും വർഗീയവാദികളാണെന്നും ഇന്ത്യയുടെ മതേതര സ്വഭാവം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് കല്ലുവെച്ച നുണ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ 11 വർഷങ്ങൾ. കണ്ടോ, ജനം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും നരേന്ദ്രമോദിയും അമിത്ഷായും വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഈ പാർലമെൻറ്റിൽ വഖഫ് ബോർഡ് ഭേദഗതി ബില്ലുമായി ഞങ്ങൾ കണ്ടു ആരാണ് അവസരവാദികൾ, ആരാണ് വർഗീയവാദികൾ, ആരാണ് ദേശദ്രോഹികൾ, ആരാണ് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹത്തിന് ദ്രോഹികൾ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇനി 11 വർഷത്തെ ഇന്ത്യയുടെ വളർച്ച നോക്കുമ്പോൾ, മോദി ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നു. കണ്ടോ, ജനങ്ങൾക്ക് ബോധം വെച്ചു. പഴയ ആളുകളല്ല, കേരളത്തിൽ പഴയ ആളുകളല്ല, കോൺഗ്രസ്സിനെ എടുത്ത് തോട്ടിലെറിയും. കോൺഗ്രസ് മുക്ത ഭാരതം, അതാണ് വേണ്ടത്. കാരണം ചതിയന്മാരുടെ ഒരു ഗണമായി ഇത് മാറി. മനസ്സിലായോ? ഇവിടെ ഇദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഈ കോൺഗ്രസ്സിനെ എടുത്ത് തോട്ടിലെറിയണം. ഇനി അടുത്ത് മാത്രമല്ല, ഒരഴിമതി പോലും ചെയ്യാതെ ഇത്രയും നാൾ ഒരു ദിവസം ലീവ് പോലും എടുക്കാതെ നമ്മുടെ രാജ്യത്തിനായി നിരന്തരം കഷ്ടപ്പെടുന്ന മോദിയോടും അകമഴിഞ്ഞ കടപ്പാടുണ്ട്. ഭാരത് മാതാ കി ജയ്, ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്നാണ് എഴുതിയേക്കുന്നത്. ഒരാൾ എഴുതിയേക്കുന്നൊരു കമൻറ്റാണ്. ഇത് കോൺഗ്രസും ഇടതുപക്ഷവും മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ള ജനങ്ങളുടെ വികാരമാണിത്. നിങ്ങൾ ക്രിസ്ത്യാനികളെ പുറകിൽ നിന്ന് കുത്തി ഈ ഇസ്ലാമിക് മതപ്രീണനവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസും ഇടതുപക്ഷവും ക്രൈസ്തവ സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തി ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കനത്ത വില എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത വില കോൺഗ്രസ് കൊടുക്കേണ്ടി വരും. കോൺഗ്രസ് 2026 കേരളത്തിൽ അധികാരത്തിൽ വരില്ല. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാലും ഈ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ല. കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരാൻ പാടില്ല. കാരണം ഇവർ ക്രിസ്ത്യൻ സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തിയ വഞ്ചകന്മാരാണ്. ഇനി നമ്മൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിലെല്ലാം മുനമ്പം നിവാസികളുടെയൊക്കെ ഓരോ വാക്കുകൾ നമ്മൾ കേൾക്കണം. കോൺഗ്രസിൻ്റെ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
RSSനെയും BJPയെയും വിശ്വഹിന്ദു പരിഷത്തിനെയും ബജറംഗദളിനെയും എതിരെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ക്രിസ്ത്യൻ പ്രേമം. അല്ലാതെ ഇവർക്ക് ക്രൈസ്തവ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല, യാതൊരു കടപ്പാടുമില്ല, യാതൊരു ആത്മാർത്ഥതയുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് ഇവർ സംസാരിക്കുമായിരുന്നു. മുനമ്പം ജനത്തെ വഴിയാധാരമാക്കുന്ന ഈ ഇതിൽ നിന്ന് ഇവർ പിന്മാറുമായിരുന്നു. ഇവർ ചെയ്തില്ല. അതുകൊണ്ട് കേരള സമൂഹം സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും അവർ രക്ഷകനായി കണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ആളുകൾ എഴുതിയിട്ടുണ്ട് 19 മരവാഴകൾ. ആ മരവാഴകളുടെ ഇടയിൽ ഒരു സിംഹക്കുട്ടി എന്നാണ് സുരേഷ് ഗോപിയെ കുറിച്ച് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ 19 മരവാഴകൾ എന്നാണ് എഴുതിയേക്കുന്നത്. ഇതെൻ്റെ കമൻ്റ് അല്ല, ആളുകൾ എഴുതിയേക്കുന്നത്. ഞാൻ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി 2:30 വരെ ഇത് ബില്ല് പാസ്സായതിനു ശേഷമാണ് ഞാൻ ഉറങ്ങാൻ പോയത്. കാരണം എന്താണെന്നറിയാമോ? ഈ വഖഫ് ഭേദഗതി ബില്ല് ഇത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം ആട്ടുംതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് ഇവന്മാർ, ആട്ടുംതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് ഇവർ. ക്രൈസ്തവ പ്രേമം വ്യാജമായി നടിച്ച് ക്രൈസ്തവ സമൂഹത്തിനൊപ്പമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ചോറിവിടെ കൂറവിടെയും ആ ഹൈബി ഈഡനെ പോലെയുള്ള ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് മേടിച്ച് ജയിച്ച ഈ ഹൈബി ഈഡനെ പോലെ ആളുകൾ മുനമ്പം നിവാസികളെ തേച്ചൊട്ടിച്ചു, അവരെ വഞ്ചിച്ച ഒരു കഥയാണ്. അപ്പോൾ സമൂഹത്തിൽ ഹൈബി ഈഡനെ പോലെയുള്ള MP-മാരുടെ പേരെഴുതി ചേർക്കുന്നത് ക്രിസ്ത്യാനികളെ പുറകിൽ നിന്ന് കുത്തിയ ഒരു വഞ്ചകൻ അല്ലെങ്കിൽ ഒരു യൂദാസ് എന്നുള്ള പേരിലായിരിക്കും ഇനി വരുന്ന നാളുകളിൽ ഈ ഹൈബി ഈഡനെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ അറിയപ്പെടുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുനമ്പം നിവാസികൾ പറഞ്ഞ. അവിടെയുള്ള ഓരോ ആളുകളും ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ഓരോ ക്രൈസ്തവ സമൂഹവും ഓരോ ഹിന്ദു സമൂഹവും ഈ ഹൈബി ഈഡൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അടിച്ച മിറ്റത്ത് പോലും കയറ്റുകയില്ല. അപ്പോൾ ഇന്നലെ ഒരാൾ പറഞ്ഞു ഇവനെയൊക്കെ സ്വീകരിക്കേണ്ടത് ചാണകം വെള്ളം കലക്കി ഇവൻ്റെയൊക്കെ തലയിലൊഴിച്ച് കുറ്റിച്ചൂല് കൊണ്ട് അടിച്ചോടിക്കണമെന്നാണ് ഇന്നലെ ഒരാൾ എഴുതിയേക്കുന്ന കമൻറ്റ്. ഞാനിതെല്ലാം വായിച്ചിട്ട് പറയാം. ഹൈബി ഈഡൻ എന്ന് പറയുന്ന ഈ MP-യെ ചാണകവെള്ളം കോരി തലയിലൊഴിച്ച് കുറ്റിച്ചൂല് കൊണ്ട് സ്ത്രീകൾ ഇവനെ അടിച്ചോടിക്കണം എന്ന് ആളുകൾ കമൻ്റ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ കമൻ്റ് എന്ന് പറയുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിൻ്റെ അവൻ്റെ വികാരമാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇപ്പം വന്ന് യൂട്യൂബിലിരുന്ന് അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അവനവൻ്റെ വികാരം, അവനവൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന സങ്കടമാണ് ആ കമൻറ്റിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. അങ്ങനെ ഒരാൾ എഴുതിയ കമൻ്റാണ് ഹൈബി ഈഡൻ്റെ തലയിൽ ചാണകം വെള്ളം കോരി ഒഴിച്ച് കുറ്റിച്ചൂല് കൊണ്ട് അടിച്ച് ഇവനെ ഓടിക്കണം. ഒരാൾ എഴുതിയേക്കുന്ന കമൻറ്റാണ്. അവൻ്റെ വികാരമാണ് അവൻ എഴുതിയത്. കാരണം എന്താ? ക്രൈസ്തവ സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തിയവനാണ്, ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിച്ച വഞ്ചകനാണ്. യൂദാസ് എന്നാണ് ഇപ്പോൾ പുള്ളിക്ക് പുതിയ പേര് വന്നേക്കുന്നത്. അപ്പോൾ കേരളത്തിലെ യൂദാസ് ആരാണ്? ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പോഴത്തെ യൂദാസ് ആരാണ്? അത് ഹൈബി ഈഡനാണ്. ഹൈബി ഈഡൻ എന്ന് പറയുന്ന ലോക്സഭാ MP ആണ് യൂദാസ്. അത് ഞാൻ പറഞ്ഞല്ല, പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇവർക്കൊന്നും ഒരു തെരുവ് നായ്ക്കളുടെ വില പോലും കേരളത്തിലുള്ള സമൂഹം കൊടുക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനൊരു കമൻറ്റ് വായിച്ച് കേൾപ്പിച്ചു. ഈ ലോകസഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സായി. ബില്ല് പാസ്സായപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇതുകൊണ്ട് മുനമ്പംകാർക്ക് ഒരു ഗുണം ഉണ്ടാവില്ലെന്ന്. ഇത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി ഇത് നിയമം പ്രാബല്യത്തിൽ വരും. മനസ്സിലായോ? അപ്പോൾ ഇടതുപക്ഷത്തില്ല, കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനം. ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഇസ്ലാമിനോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനോ എതിരല്ല. പക്ഷേ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് വാദിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ ചീട്ടുകീറി കോൺഗ്രസിനെ എടുത്ത് തോട്ടിൽ കളയണം എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലാണ് കോൺഗ്രസിന് ഒരു അല്പം പിടിയുള്ളത്. എന്നാൽ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സകല അടപ്പും തെറിച്ചിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസ് ഒരു കാരണവശാലും നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകരുത്, അവർ അധികാരത്തിൽ ഒരു കാരണവശാലും വരരുത്. കാരണം കോൺഗ്രസിൻ്റെ ഈ അധികാരത്തിൽ വന്നാൽ ഇനി നടക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതമായിരിക്കും. അതിലും മെച്ചമാണ് കമ്മ്യൂണിസ്റ്റ് തന്നെ ഭരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായോ? അപ്പോൾ കോൺഗ്രസ് ആണ് നമ്മുടെ ശത്രു. കാരണം കോൺഗ്രസ് ശത്രു എന്ന് പറയാൻ കാരണം കോൺഗ്രസ്സിലെ ഈ 18 എംപിമാരും അവർ ക്രൈസ്തവ സമൂഹത്തിന് എതിരാണ്, ഹൈന്ദവ സമൂഹത്തിന് എതിരാണ്. വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിനെ അവർ എതിർത്തു. മുനമ്പം ജനത്തെ കണ്ണീരിലാക്കി, അവരെ വഴിയാധാരമാക്കി. അപ്പോൾ അതുകൊണ്ട് ഇവരെ തിരിച്ചറിയുക. രാജ്യസഭ എംപിമാരായിട്ടുള്ള ബ്രിട്ടാസിനെയും എ റഹീമിനെയും അതുപോലെ കോൺഗ്രസിൻ്റെ ഈ 18 എംപിമാരെയും പൊതുജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഓരോ വീഡിയോയുടെ താഴെ എഴുതുന്ന കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി പത്രമാധ്യമങ്ങളും ഇവർക്കെതിരെ തിരിഞ്ഞു. കാരണം പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിൽ ആർക്കാണോ മുൻഗണനയുള്ളത് ആ ഒരു വിഭാഗത്തേക്കാണ്. ആകെപ്പാടെ കോൺഗ്രസെ പിന്തുണയ്ക്കുന്ന രണ്ട് മാധ്യമങ്ങളേ ഉള്ളൂ. ഒന്ന് മീഡിയ വണ്ണും മറ്റൊന്ന് കൈരളി ടിവിയും. ബാക്കിയുള്ള സകല ടി വി ചാനലുകളും സകല യൂട്യൂബേഴ്സും ജിഹാദികൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കോൺഗ്രസ്സിന് എതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ്, കോൺഗ്രസിൻ്റെ വഞ്ചനാപരമായിട്ടുള്ള സമീപനം. അപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യാനികളെയും ഹൈന്ദവ സമൂഹത്തെയും വെറുക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണതയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ അധികാരഭ്രമം, അധികാരമോഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാമെന്നുള്ള കോൺഗ്രസിൻ്റെ വ്യാജമോഹം അമ്പയെ പൊളിഞ്ഞു പാളീഷായി. കോൺഗ്രസ്സിന് ഒരു വിലയില്ല. കോൺഗ്രസ്സിനെ എടുത്ത് ചവറ്റുകൊട്ടയിൽ ജനങ്ങൾ കളഞ്ഞു. അതുകൊണ്ട് ഇനി കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരികയില്ല എന്നുള്ളത് കൃത്യമായി ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ചതിയന്മാരാണ് ഇമാരെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. എന്തായാലും വളരെ സന്തോഷം. ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബില്ല് പാസ്സായി. ഇനി അത് നിയമത്തിൽ വരും. അങ്ങനെ മുനമ്പ നിവാസികൾക്ക് എങ്കിലും അവർക്ക് അവരുടെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാം. പണിയെടുക്കുന്ന പൈസ കൊണ്ട് അവർക്ക് അവരുടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള രാജ്യസഭയിലും ലോക്സഭയിലും ശക്തമായി പ്രതികരിച്ച സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും അതോടൊപ്പം ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കാൻ വേണ്ടി പ്രയത്നിച്ച നരേന്ദ്രമോദി ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് അമിത്ഷായ്ക്കും മറ്റുള്ളവർക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ ക്രൈസ്തവ വിരുദ്ധരാണ് എന്ന് കോൺഗ്രസ് എടുക്കുന്ന ഇരട്ടത്താപ്പ്. ജനങ്ങൾ ബോധവാന്മാരാണ്. പഴയതുപോലെയല്ല, ജനങ്ങളിപ്പോൾ ബോധവാന്മാരാണ്. ജനങ്ങളെ വഞ്ചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവർ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഇത് നല്ല രീതിയിലൊരു പര്യവസാനം ഉണ്ടായതിൽ അഭിനന്ദിക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ ഈ എംപിമാരെ ഇവരെ സൂക്ഷിക്കുക. ഇവർക്ക് ഇനി അവർ വോട്ടിന് വേണ്ടി നിങ്ങളുടെ ഓരോ ക്രൈസ്തവ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഇമാരെ കുറ്റിച്ചൂലെടുത്ത് തല്ലി ഓടിക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് വോട്ടും ചോദിച്ച് കയ്യും നീട്ടി, 2 കയ്യും കൂപ്പി കയ്യും നീട്ടി വരുന്ന യവന്മാരെ കുറ്റിച്ചൂലെടുത്ത് തല്ലി ഓടിക്കണം എന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമല്ല, കമൻറ്റുകളിലുള്ള അഭിപ്രായമാണ്. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വഖഫ് ബോർഡ് ബില്ല് പാസ്സായി. എന്തായാലും മുനമ്പം നിവാസികൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി എന്നുള്ളതുകൊണ്ട് അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം നരേന്ദ്രമോദി സർക്കാരിനും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു.